ഞാൻ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് മുമ്പ് ശിവൻ്റെ ഒരു പാട്ട് പാടി തന്നെ കൈക്ക് പുതിയ പാട്ട് പാടാണ്. പുതിയ പാട്ട് പാടി ഇപ്പം 4 പറഞ്ഞു. ചോട്ടാബി കൊച്ചു ടിവിയില്ല, കൊച്ചു ടിവിയിൽ പറ. രണ്ടെണ്ണം കൂടി എടാ 10 സെക്കൻഡാ. നമുക്ക് അവിടെ ഒരു ചെറിയ സബ്സ്ക്രൈബേഴ്സ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സിനിമ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോളിലുള്ള എല്ലാവരും നോക്കണ്ട ഗൈസ്. ആദ്യത്തെ ഒരു ടേക്ക് എടുത്തപ്പോൾ രണ്ടാമത്തെ ടേക്ക് എടുക്കുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. നവംബർ 21 വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മളിന്ന് കാർട്ടൂണായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് മാക്സിമം ഒരാൾ ഒരു 10 കാർട്ടൂണിൻ്റെ പേരെങ്കിലും കറക്റ്റ് പറഞ്ഞാൽ, അതായത് കൊച്ചി ടി വിയിൽ നിന്നാണ് എടുത്ത് ചോദിക്കണം. അപ്പോൾ അതിൽ നിന്ന് 10 കാർട്ടൂണ് കറക്റ്റ് എങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിന് സർപ്രൈസ് കൊടുക്കുന്നതായിരിക്കും. അവിടെ നമ്മളെ കണ്ടാവും കാറിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അതായത് ഒരു 90s കിട്ടല്ല 80s കിട്ട് 80s കിട്ട് 2K കിട്ട് അവർക്കൊന്നും ഇപ്പോഴത്തെ കൊച്ചി ടി വി എന്താണ്, മാർസുപ്പിലാമ എന്താണ്, ഹനുമാൻ എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും അറിയാൻ പാടില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ തൊട്ടിന്ന് ഇറങ്ങുന്ന പിള്ളേർക്ക് പോലും ഇൻസ്റ്റഗ്രാം ഉണ്ട് കേസ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ആരൊക്കെ പറയുന്നു നോക്കാം. എന്തായാലും ഫസ്റ്റ് തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക. ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയാം. സംഭവം നമ്മളൊരു 4 മണി ഇറങ്ങിയതാണ്. 4 മണിക്ക് ഇവിടെ എത്താൻ ഭാഗത്തിൽ ഇറങ്ങിയതാണ്. പക്ഷേ ബസ് കിട്ടിയില്ല. ഇപ്പോൾ സമയം 5 മണിയായി. ഇനി എന്തായാലും ഇവിടുന്ന് സ്കൂട്ടായിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ, ഹലോ, ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ഒരു യൂട്യൂബറാണ്, ഒരു ചോദ്യം ചോദിക്കാനാ. ഇന്ന് മറ്റേ വേൾഡ് ടെലിവിഷൻ ഡേ ആണല്ലോ. അപ്പം നമ്മുടെ ഈ കൊച്ചി ടി വി അങ്ങനെ കാർട്ടൂൺ ചാനൽ കണ്ടുണ്ടോ? അപ്പം അതിലൊരു 10 കാർട്ടൂണിൻ്റെ പേരെങ്കിലും പറയാൻ പറ്റുമോ? അതൊന്ന് പിന്നെ 10 പറഞ്ഞ സർപ്രൈസ് കേട്ടോ. മിക്കി മൗസ് കിട്ടല്ല. അതൊക്കെ പേരെങ്ങനെയാ? ഗീതു. എൻ്റെ ചാനലൊരു സിംഗിൾ മച്ചേ ഇപ്പോൾ വീഡിയോ കേട്ടോ. ഓക്കെ, ചേച്ചിക്ക് 2 കിട്ടിയുള്ളൂ. നമുക്ക് അടുത്ത ആളെ പിടിക്കാം. അടുത്ത ആളെ സെറ്റാക്കാം. അവിടെ ഒരു കൊച്ചു നിൽക്കുന്നുണ്ട്. കൊച്ചിനോട് ചോദിച്ചു നോക്കാട്ടോ. ഹലോ, ഞാൻ ഒരു യൂട്യൂബറാണേ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അപ്പം അതിൽ നമ്മുടെ കൊച്ചി ടി വി ചാനലൊക്കെ കണ്ടോ? ഓക്കെ, ബിസി. നമുക്ക് അടുത്ത ആൾക്കാർ വിളിക്കാം. അവിടെ വേറെ 2 പേര് നടന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം. അവർ പറയുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. ഹലോ, ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? സർപ്രൈസൊക്കെ ഉണ്ട്. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. ഇപ്പോൾ കൊച്ചി ടി വി ചാനലൊക്കെ കണ്ടോ? അതിലൊരു 10 കാർട്ടൂണ് പറഞ്ഞ വലിയ സർപ്രൈസ്, അതിന് കുറഞ്ഞു പറഞ്ഞ ചെറിയ സർപ്രൈസ്. ഒന്ന് അഞ്ചായാ? പിന്നെ ആർക്കെ കൊടുക്കണ്ടേ? ജോർജ് ഓഫ് ദി ജംഗിൾ. പിന്നെ ഒരെണ്ണം കൂടി. ടൈമില്ല. മായാവില്ല. അതിന്റെ കുറച്ച് തൊട്ടടുത്ത് തീർന്നു. അയ്യോ, അത് സമ്മാനമല്ല. അപ്പൊ ഓക്കെ, പേരെങ്ങനെയാ? എന്റെ ചാനലൊരു സിംഗിൾ മച്ചാൻ. സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇടി. എൻ്റെ പേര് റിസ്വാൻ, സിംഗിൾ മച്ചൻ. ഓക്കെ, അവരെ ഓർഡറിന് ഫ്രണ്ടിലുള്ളവർ ഓടാട്ടോ. നമുക്ക് സെറ്റാക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം കൂടി കയറി വന്ന് നമുക്കിത് കൈപ്പിലൊക്കെ ഇടാം.
ഇത് കയറ്റി കിടക്കട്ടെ, ബാഗ് കയറണം ശരിയാവില്ല. അടുത്ത ആൾക്കാർ ചോദ്യം ചോദിക്കാം. ഈ ഇവിടെ നിന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത്, അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഓക്കെ എടോ ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ആ ഓക്കെ. പുള്ളിക്കാരത്തേക്ക് ബിസിയാണ്. നമുക്ക് വേറെ രണ്ടുപേരുണ്ട്, അവരോട് ചോദിക്കാം. ഹലോ, ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഇന്ന് ലോക വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. കൊച്ചി ടി വി ആയിട്ടുണ്ടോ? അതിലൊരു 10 കാർട്ടൂണിൻ്റെ പേര് പറയാൻ പറ്റുമോ? അത് കൊച്ചി ടി വി ആണോന്നില്ല, ഏത് 10ലും കാർട്ടൂണിൻ്റെ പേര് പറഞ്ഞാൽ മതി. ആ ആലോചിച്ച് വെക്കാം. ആ ഏതിനും മതി. ആ ആ 2 ആ 4 ആ ആ കുഴപ്പമില്ല, ഏതെങ്കിലും പറയാം. ആ 7 ആലോചിച്ച് 3 കൂടെ ഉള്ളൂ. കിട്ടണല്ല. ആ അത് 2 കൂടി കിട്ടില്ല. നോക്കിയ പോലെ പേരെങ്ങനെയാ? പേര് ചെറിയ ഗിഫ്റ്റ്. ഓക്കെ 10 പറയുന്നത് വലിയ ഗിഫ്റ്റ് കിട്ടിയാലേ. ഓക്കെ സിംഗിൾ മച്ചൻ യൂട്യൂബ്. എൻ്റെ പേര് റിസ്വാൻ. ഓക്കെ ശരിയെന്നാ അടിച്ചു. ഓക്കെ ഹലോ ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ഒരു യൂട്യൂബറാണേ. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അപ്പോൾ കൊച്ചി ടി വി ചാനലായിട്ടുണ്ടോ? അതിലൊരു 10 കാർട്ടൂണിൻ്റെ പേര് പറയാൻ പറ്റും. ഓക്കെ 7 കുട്ടിക്കുറുമ്പി സോഫി പറ 2 കൂടി. രണ്ടൊരു ഗിഫ്റ്റ്. ഓക്കെ പേരെങ്ങനെയാ? പേര് ചാനലൊരു സിംഗിൾ മച്ചാൻ. ഓക്കെ ശരിയാണോ? എല്ലാവരും പറയുന്നുണ്ട്, പറയാത്തവർക്കായിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നില്ല. അടുത്ത ആൾക്കാർ കണ്ട്. എടോ ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അപ്പം കൊച്ചി ടി വി കാണാറുണ്ടോ? അതിലൊരു 10 കാർട്ടൂണിൻ്റെ പേര് പറയാമോ? ആ അത് കുഴപ്പമില്ല, ഏതൊന്നും പറയാം. പിന്നെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. ഇപ്പം 4 പറഞ്ഞു. ചോട്ടാബി കൊച്ചി ടി വിയില്ല. കൊച്ചി ടി വിയിൽ പറ. അല്ലാണ് കാർട്ടൂൺ പറ. ആ ആ കൃഷ്ണ പിന്നെ ബാലവീർ 5 പറ. പിന്നെ മറ്റേ ഡോറിമോനോ. ആ പിന്നെന്താ പോരട്ടെ. 7 പിന്നെന്താ പറ. 3 കൂടി. മറ്റേ ജാക്കി ചാൻ. ആ പിന്നെ ആടേക്ക് 2 പേരുണ്ട്. ആ കുഴപ്പമില്ല. ആയാവി സർപ്രൈസ്. 2 ഒരു ഹാഫ് ഇട്ടോ. പേരെങ്ങനെയാ? ഇല്ല, ഞാൻ ഫസ്റ്റ് 10 സെക്കൻഡ് കൊടുത്ത് പെട്ടെന്ന് പറയുന്നവർക്ക് ഞാൻ വലിയ ഡെയറി മിൽക്ക് കൊടുത്തത്.
കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. പേരെങ്ങനെയാ? മെറീന ജോർജ്. പേര്? അഫ്സന. എൻ്റെ ചാനൽ പേര് സിംഗിൾ മച്ചാൻ. സിംഗിൾ മച്ചാൻ. സിംഗിളാണോ വെച്ചാൽ സിംഗിളൊക്കെയാണ്. അപ്പോൾ ഓക്കെ ബൈ. നമുക്ക് ജെംസ് മാറ്റി പിടിക്കുന്ന ടൈമായി. ഒറ്റയും കൂടി ഉണ്ട്, അതോട് ചോദിച്ചു നോക്കാം. ഹലോ, ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ഓക്കെ കേട്ടോ ഗൈസ്, നമ്മുടെ ചോദ്യം അങ്ങനെ വിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജെംസ് മാറ്റാൻ ടൈമായി. നമുക്ക് ജെംസ് മാറ്റിയിട്ട് കുറച്ച് മഞ്ചുകൂടി വാങ്ങിക്കാം. ഓക്കെ, സെറ്റാക്കാം. ഗൈസ്, നമ്മളിപ്പോൾ എന്തായാലും ഗിഫ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് മറ്റേ ടൂറിസ്റ്റ് ഗസ്റ്റ് ആൾക്കാരൊന്നും ഇരിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് എന്തായാലും മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതേ ചോദ്യം തന്നെ പോവാം കേട്ടോ. ഓക്കെ, ഇത് സെറ്റാക്കാം. ഈ പ്രാവശ്യം കൊച്ചി ടി വി മാത്രമേ പിടിക്കുന്നുള്ളൂ, വേറെ കാർട്ടൂൺ മാത്രമേ പിടിക്കുള്ളൂ. കൊച്ചി ടി വി, ഒള്ളി കൊച്ചി ടി വി. ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? അല്ല, കുസൃതി ചോദ്യം. അവർക്ക് ബിസിയാന്ന് തോന്നുന്നു. വേറെ ഒരു ബ്രോയും ഒരു ചേച്ചുമുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം ഗേസ്. ഓക്കെ, അയ്യോ ഇനിയിപ്പോൾ ഈ മിഠായി കൊടുത്ത് തീർക്കണമല്ലോ. നമുക്ക് ആഴ്ചകളാന്ന് തോന്നാം. നമുക്കിവിടെ നിന്ന് നേരെ മാനത്ത് അത് നമ്മുടെ മച്ചാനുണ്ട്, മച്ചാനോട് ചോദിക്കാം. എടാ ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ഇത് പേരെന്താ? ഞാനൊരു യൂട്യൂബറാണേ. ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. കൊച്ചി ടി വി കണ്ടോ? പിന്നെ അപ്പോൾ അതിലൊരു 10 കാർട്ടൂണിൻ്റെ പേര് പറഞ്ഞേ. കൊച്ചി ടി വിയിലെ കാറ്റുജി, പിന്നെ മായക്കണ്ണൻ, ഒരു മിനിറ്റുള്ളൂ കേട്ടോ സമയം. മാർസുബിലാമി, ജാക്കി ജാൻ. പെട്ടെന്ന് പറയാം, ടൈമാണ്. വേറെ ഒന്നും കിട്ടാമോ? ഇല്ലേ? എന്നാ ആലോചിക്കടാ. ഇപ്പം നീ എത്ര പറഞ്ഞു? 4 പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ ഒരു 15 സെക്കൻഡ് ഉണ്ട്. കിട്ടല്ല എന്നൊരു ചെറിയ ഗിഫ്റ്റ്. ഓക്കെ, എൻ്റെ ചാനൽ പേര് സിംഗിൾ മച്ചാൻ. അടിച്ചു നോക്കി, സിംഗിൾ മച്ചാൻ. അതന്നെ. ഓക്കെ, പക്ഷെ അവന് പറയാൻ പറ്റില്ല. പക്ഷേ അവന് ഗിഫ്റ്റ് കൊടുത്തു. നമ്മളങ്ങനെയൊന്നുമല്ല, നമ്മൾ പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. ഇല്ലെങ്കിൽ കൊടുക്കില്ല കേട്ടോ. അവിടുന്ന് കുറേ അളിയന്മാർ നടന്നിട്ടുണ്ട്. അളിയന്മാരാണ് അവന്മാരല്ല, അവന്മാരോട് നമുക്ക് ജസ്റ്റ് നോക്കാം. ട്രൈ ഒക്കെ എൻ്റെ നമുക്ക് ലേറ്റ് കഴിയണവരെയാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ലേറ്റ് കുറഞ്ഞാൽ ഇപ്പോൾ സമയം 5:30 ആവും. 6 മണി വരെ നമുക്ക് വീഡിയോ എടുക്കാൻ ടൈമുള്ളൂ. അതാണ് ഏകദേശം ഒരു ടൈം. ആലുവക്കാർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് ഇന്ന് കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് കുറേ നമ്മൾ നടന്നുണ്ട്. അവന്മാരോട് ചോദിക്കാം. എന്നിട്ട് നമുക്ക് നേരെ പാലത്ത് പോവാം. അതിൽ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അത് തീർക്കാം. ഓക്കെ, എടാ ഒന്ന് വെയിറ്റ് ചെയ്യോ? അത് വെയിറ്റ് ചെയ്യോ? അവർക്ക് ചാടാ. നമുക്ക് അവന്മാരോട് ചോദിക്കാം. അവന്മാരെന്തായാലും നിൽക്കാതിരിക്കില്ല. അവന്മാരോട് ചോദിക്കാം. വണ്ടിയിലുള്ള ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട്. അവന്മാരെ മൂട്ടിയൊക്കെ. എടാ വന്നേ എടത് പ്രൈസിൻ്റെ മൊത്തം സമ്മാനങ്ങളായിരിക്കും കേട്ടോ. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേയാ. കൊച്ചി ടി വി കണ്ടോ? അതിൽ 10 കാർട്ടൂൺ. 10 കാർട്ടൂൺ പറയാൻ പറ്റുമോ? അല്ല, ഇപ്പൊ നീ ഒരുത്തം പറഞ്ഞ ആ കാർട്ടൂൺ വേറെ അവന്മാര് പറയരുത്. അന്നങ്ങനെ പറഞ്ഞോ? പറ. കൊച്ചി ടി വിയിൽ മാത്രമായിട്ട് പറയാമോളൂ. 1 മിനിറ്റ് സമയമുള്ളൂ. ലിറ്റിൽ കൃഷ്ണ. 4 സെക്കൻഡ് കൊണ്ട് 5 പുറത്തെ പഴയ കാർട്ടൂൺ പറയാൻ പറ്റും. പഴയ കാർട്ടൂണുകൾ അങ്ങനെ പറയാൻ പറ്റില്ല. കൊച്ചി ടി വിയിൽ മാത്രം. 6
അതേതാ? പഴയതാണ്, ഭയങ്കര പഴയതാ. ആ 3 കൂടി പറ എടാ, മറ്റേ ക്രോണിക്കിൾസ്. എടാ 10 സെക്കൻഡ്. ക്രോണിക്കൽസ്. ഏ അയ്യോ. ഹാരി പോട്ടർ. ആ ഹാരി പോട്ടർ ഉണ്ടോ? 2 കൂടി. എടാ 10 സെക്കൻഡാ. വേഗം പറ. 51, 52, 53, 54, 55, 56, 57, 58. ആ കഴിഞ്ഞു. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാം. എല്ലാവരും ഷെയർ ഇടണോട്ടോ. നിങ്ങൾ മൊത്തം പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഗിഫ്റ്റാണ്. ഓക്കെ, ഗിഫ്റ്റ് ചിലപ്പോൾ വലിയ മിഠായവാ, ഞാൻ ഇത്ര വലിയ മിഠായവാ, ചിലപ്പോൾ ക്യാഷ് പ്രൈസ് ആവാ, ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വാങ്ങിച്ചോളാന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെയായിരുന്നു. ഇത് പോയി. ഓക്കെ, പേരെങ്ങനെയാ? നിൻ്റെ എൻ്റെ ചാനലൊരു സിംഗിൾ മച്ചാൻ. ഓക്കെ, സിംഗിൾ മച്ചാൻ സെർച്ച് ചെയ്യാൻ കാണാം. ഓക്കെ, ഓക്കെ ഓക്കെ സെറ്റ്. ബൈ. അമ്മരുടെ ചാൻസും പോയി. ഓക്കേടാ, ഓക്കെ അവന്മാർ പോണേ. അവന്മാരുടെ ചാൻസും പോയി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത അവന്മാരെ പിടിക്കാം, അടുത്ത ആൾക്കാരെ പിടിക്കാം. എൻ്റെ ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് തീർന്നവരായിട്ട് കളിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കളി ഇവിടെ സ്റ്റോപ്പ് ആക്കും. അതിന് അപ്പോഴത്തേക്ക് ലൈറ്റ് കുറയും. അവിടെ നിന്ന് കുറച്ച് ഉണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, എടാ ഒന്ന് നിൽക്കോ, വെയിറ്റ് ചെയ്യോ? ജോയിൻ ചെയ്യട്ടെ. കറക്റ്റ് പറഞ്ഞ സർപ്രൈസ് ഉണ്ടാവും കേട്ടോ. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. എടാ അങ്ങനെയല്ല, കൊച്ചി ടി വി ഉണ്ടോ, അതിലൊരു 10 കാർട്ടൂൺ 30 സെക്കൻഡ് കൊണ്ട് വരാണെങ്കിൽ നിങ്ങൾ പറയണ സാധനം 100 രൂപ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു തരും. 30 സെക്കൻഡ് പറ്റുമോ? 10 30 സെക്കൻഡ് കേട്ടോ. ടൈം സ്റ്റാർട്ട് നൗ. പറഞ്ഞോ. കുറച്ച് ടൈമാണ്. പറ ടൈമില്ല. അത് കൊച്ചി ടി വിയിലല്ലേ അത് വേറെ. 2 ആയിട്ടുള്ളൂ. പറയടാ. നാലായിട്ടുള്ളൂ. 10 പറഞ്ഞില്ല. എനിക്ക് 2 നാഞ്ഞ് പിടിച്ച് പറയാറുണ്ട്. കഴിഞ്ഞ് കുഴപ്പമില്ല, ചെറിയ ഗിഫ്റ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്കും ഭാഗ്യമില്ല. അടുത്ത ആൾക്കാരെ പിടിച്ചത് കിട്ടിയാ? MACHAN. അങ്ങനെയല്ല, MACHAN. എന്നടിക്കും. അതന്നെ. ഓക്കെ, അപ്പോൾ കാണാം. അത് നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. നിൻ്റെ? ഓക്കെ, ശരി എന്നാൽ. യെസ്, അവന്മാർക്ക് ഞാൻ എന്തായാലും ലക്കി പ്രൈസായിരുന്നു കൊടുത്തത്. 100 രൂപ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവന്മാർ പറഞ്ഞില്ല. നമുക്ക് അടുത്ത ഇനിയിപ്പോൾ ലൈറ്റ് കുറയണവരാരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കൂലേ എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മൾ റോഡിലേക്ക് ഇറങ്ങാത്ത ഒന്നാമത് ക്രൗഡാണ്. ക്രൗഡിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തെന്ന് വെച്ചാൽ മറ്റേ നോയിസ് ക്യാൻസലൈസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ് നമുക്ക്. പക്ഷെ അവിടെ കുറേ അവന്മാർ നിൽക്കണം. അവന്മാരുടെ അടുത്ത് പോയാൽ അവന്മാരുടെ സെക്യൂരിറ്റി തന്നെ കൊല്ലും. കേസ് നമ്മളിനി ഇവിടെ നിൽക്കള്ള. എന്തായാലും പാലത്തിൽ നിന്ന് മാറി വെറൈറ്റിയാണ് ഇങ്ങോട്ടേക്ക് പിടിച്ചാൽ. ഇനിയിപ്പോൾ പാലത്തേക്ക് കുറച്ച് നേരം പോയിട്ട് ഇന്ന് വിശ്രമിക്കുക. കുറേ നേരം അങ്ങോട്ടേക്ക് നടക്കണം. ഞാൻ ടൈമിങ് സെറ്റാക്കാൻ വേണ്ടി 4 മണിക്ക് ഇറങ്ങിയതാണ്. 4 മണിക്ക് തന്നെ എത്തുകയും ചെയ്തില്ല, ബസ്സില്ലാത്തതുകൊണ്ട്. ഫുഡ് പോലും കഴിക്കുകയും ചെയ്തില്ല. ഇപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം പോയി ചായ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുടിക്കാൻ. ഇപ്പോൾ ടൈം ഏകദേശം എത്രയായി? അതന്നെ 6:30. ഇത് ഞാൻ ടൈമൊന്നും നോക്കട്ടെ കേട്ടോ. ഗൈസ്, ഇത് മറ്റേ പാലാട്ടോ, മാർത്താണ്ഡവർമ്മ പാലെന്ന് പറയും. ഇവിടെ ഞാൻ വന്നിട്ട് കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ വല്ലവരും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഇങ്ങനെ കറങ്ങി വന്നത് ഈ വഴിയിലേക്കാണ്. ആരും കിട്ടാൻ ചാൻസ് ഇല്ല, പിള്ളേരാരും ഉണ്ടാവില്ല. എന്നാലും വലിയവരെ തന്നെ പിടിച്ചു വെക്കാം. അവർക്കും നോക്കട്ടെ. എന്നാലും കുറച്ച് 5-6 ഗിഫ്റ്റ് കൊണ്ട് ഒരുത്ത മൻ്റെ അവനോട് ചോദിച്ചു നോക്കാം. അവൻ എൻ്റെ അടുത്ത് പറയാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നണേ. ഓക്കെ, ട്രൈ ഒക്കെ ആയിത്താത്ത നോക്കിയിട്ട് വന്നു. നമുക്ക് അവനോട് ചോദിക്കാം.
എടാ എടാ അവനെന്ത് എന്നിങ്ങനെ തുറച്ചു വെക്കണേ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്നല്ല എല്ലാ സെക്യൂരിറ്റിയും എല്ലാവരും എൻ്റെ മുഖത്തേക്ക് വെക്കണം. ഇവനെന്ത് അയ്യോ അവൻ തിരിച്ചു പോണു. ഇവനെന്ത് മാങ്ങാണ്ടി കാണിക്കണമെന്നും പറഞ്ഞു. കുഴപ്പമില്ല കേസ്, നമുക്ക് മാനേജ് ചെയ്യാം. എടാ എടാ ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബറാണേ. ഒരു ചോദ്യം ചോദിക്കട്ടെ? പേരെങ്ങനെയാ? ഇത് പേടിച്ചിരിക്കണ്. എടാ വേൾഡ് ടെലിവിഷൻ ഡേ ആണ് ഇന്ന്. എന്ന് വെച്ചാൽ ടി വി ഒക്കെ സെറ്റാക്കിയത്. അപ്പം കൊച്ചി ടി വി ഉണ്ടോ? കൊച്ചി ടി വിയിൽ ഒരു 10 കാർട്ടൂണിൻ്റെ പേര് പറയുകയാണെങ്കിൽ നിനക്ക് ഗിഫ്റ്റ് തരാം. കൊച്ചു ടി വിയിലാ? പറ. ബാലവീർ. ഒന്ന് ബാലവീർ. പിന്നെന്തുട്ടാ? അയ്യോ അയ്യോ ബാലവീർ. പറയടാ പെട്ടെന്ന് പറ. അയ്യോ ഓർമ്മ നിനക്ക് ഇത്ര കിട്ടിയുള്ളൂ? ആലോചിച്ചത് അയ്യോ കിട്ടില്ല. ഞാൻ ഓർക്കൂടെ പോരെ ജാക്കി ചാൻ. പറ നോക്കി പറ. ബാലവീർ. പിന്നെ ഡോറ. ഡോറ. പിന്നെന്തുട്ടാ? പിന്നെ അയ്യോ ടൈമിലാകണടാ. കിട്ടല്ലേ? ഇല്ലില്ല. അതാ പോലെ. പേരെങ്ങനെയായിരുന്നു? ആന്റണി. ആൻ്റണി. എന്നാൽ ചെറിയൊരു ഗിഫ്റ്റ്. ഓക്കെ പ്ലീസ് ഒരു ആയി പറഞ്ഞില്ലേ? ഓക്കെ നാളെ വരുന്നുണ്ടാവട്ടാ. അവനെ പേടിച്ചെങ്ങാണ്ട് നിന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതിന് എനിക്ക് തോന്നാം. നമുക്ക് അടുത്ത ആൾക്കാരെ പിടിക്കാം. അച്ഛാ ഒരു യൂട്യൂബറാണേ. ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. ആ കുഴപ്പമില്ല. കാർട്ടൂൺ നെയിം അറിയോ? കാർട്ടൂൺ നെയിം. കാർട്ടൂൺ നെയിം ഒരു 5 പറ. കാർട്ടൂൺ. കാർട്ടൂൺ തമിഴ. എന്നാൽ തമിഴ് കാർട്ടൂൺ പറ. പേരെങ്ങനെയാ? ആനന്ദ്. ഒരു ആയി പറഞ്ഞേര്. ഓക്കെ ബൈ. മച്ചാനറിയാൻ പാടില്ലാത്തുള്ള എന്തായാലും ഇവിടെ ചെന്ന് വീഡിയോ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഈ മുഖം ഓർമ്മയുണ്ടോ? ഞാൻ അവിടെ വന്നിട്ടുണ്ട്. നമ്മള് ഇതല്ല നമ്മളെ പണി. ഈ കന ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മുമ്പ് ശിവൻ്റെ ഒരു പാട്ട് പാടി തന്നെ കൈക്ക് പുതിയ പാട്ട് പാടാന്ന്. പുതിയ പാട്ട് പാടി പാടിക്കാം. கண்ணன் வருவான் கதை சொல்லுவான் வண்ணமயில் தொட்டில் கட்டி தாளாட்டுவான் பாட்டிசைப்பான் மேடை கொள்வான் வலம்பூரி சங்கெடுத்து பாலூட்டுவான் ஆரிரோ ஆரிராரிராரிராரிரோ பட்டு ஒன்று சிட்டு வந்து பழங்கொடுக்கும் மெல்ல மெல்ல தொட்டு தொட்டு இடம் கொடுக்கும் பட்டு ஒன்று சிட்டு வந்து பழங்கொடுக்கும் தொட்டு தொட்டு மெல்ல மெல்ல இடம் கொடுக்கும் ஆரிரோ ஆரிராரிராரிராரிரோ கண்ணன் வருவான் கதை சொல்லுவான் வண்ணமயில் தொட்டில் கட்டி தாளாட்டுவான் பாட்டிசைப்பான் மேடை கொள்வான் வலம்புரி சங்கெடுத்து பாலூட்டுவான் ஆரிரோ ആരിരാരിരാരിരാരിരോ. എൻ്റെ പൊന്നോ പവർ പവർ. ഒരു ഹിന്ദി സാങ് പഠിക്കാം. ഹിന്ദിയോ? ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരുമ്പോൾ ഒരു ഹിന്ദി സാങ് കിട്ടും. ഹിന്ദി സാങ് കൊണ്ടെടുക്കാം. ഈ അവിടെ വലിയ തിരക്കില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചു അവിടെ തന്നെ മറ്റേ റോഡ് സൈഡിൽ നിന്നില്ലേ അവിടെ തന്നെ പോയി ചോദിക്കാം. എന്തായാലും ഇക്കാണ പാട്ട് സെറ്റപ്പ് ആട്ടോ. ഞാൻ അതുകൊണ്ട് പുള്ളിയെടുത്ത് തന്നോ. പുള്ളി നമുക്ക് ഇപ്പോൾ എല്ലാ ലാംഗ്വേജും ആയിരുന്നു എനിക്ക് തോന്നണം. തെലുങ്ക് പാടിയിട്ടുണ്ട്, മലയാളത്തിൽ പാടിയിട്ടുണ്ട്, അറബി, ഇംഗ്ലീഷ് പാടിയിട്ടില്ല. ഇതിപ്പോൾ ഹിന്ദിയിലാണ് പാടിയത്. അതിൽ കൊള്ളപ്പുള്ളിയുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമുണ്ട്. അവിടെ ഞാൻ 2ാമത് റെക്കോർഡ് ചെയ്താൽ. സോ നമുക്കിനി ഗിഫ്റ്റ് ഒരു 4-5 കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് മൊത്തം കൂടെ പുറത്ത് തീർക്കണം ചുമ്മാ.
1 2 ഒരു 3-4 ഉണ്ട്. അതങ്ങനെ തീർക്കാം. അതിന് പിള്ളേരില്ലാന്ന് എനിക്കൊന്ന് 6 മണി ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി തുടങ്ങി. അതുകൊണ്ട് കിട്ടുമെന്ന് തോന്നല്ല. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഗേസ് ഇനി റോഡിൽ ലൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ തന്നെ വീഡിയോ ഉണ്ടാക്കാം. എന്തായാലും പിള്ളേർ കുറവാണ്. എന്തായാലും നമുക്ക് ചെറിയ ഒരു 5 ആക്കാം, 10 ആക്കിയിട്ട് 5 ആക്കാം. ചോദിച്ചു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഗേസ് നമുക്ക് പിള്ളേർ മറ്റേ ചേച്ചീനെ ആക്കിയല്ലോ. ചേച്ചിട്ട് ചോദിച്ചു നോക്കാം, ചേച്ചിക്ക് ഇത്ര കാർട്ടൂണിൻ്റെ പേര് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് നിൽക്കോ, ഞാനേ ഒരു യൂട്യൂബറാണ്. ഒരു ചെറിയ ചോദ്യം. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അപ്പോൾ ഒരു ചേച്ചിക്ക് ഓർമ്മയുള്ള ഒരു 5 കാർട്ടൂണിൻ്റെ പേര് പറഞ്ഞു. ഓർമ്മയുള്ള പറ, 5 മതി. ചേച്ചി ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടനും മറ്റേ ഇതല്ലേ? അതന്നെ, കുട്ടനും കുട്ടാപ്പി. കിട്ടല്ലേ? ഒന്നുകൂടെ ആലോചിക്ക്. ഡോറാബുജി അറിയോ? ചെറിയൊരു ഗിഫ്റ്റ്. ഓക്കെ, കാണാം. പേരെങ്ങനെയാ? മിനി. ഓക്കെ, ശരിയാന്നാ. യെസ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ച് മിനി ചേച്ചിനോടാണ്. ചേച്ചിക്ക് വല്ല ഓർമ്മയില്ല. നമുക്ക് അത് ഇപ്പം പ്രായം തോന്നും എല്ലാവരും മറക്കും. കേസ് കാർട്ടൂണൊന്നും ആർക്കും ഓർമ്മ എപ്പിച്ച് മേടിച്ചിട്ടുണ്ടോ ആരോ നോക്കിയേ. പൊളി ദേശമൊക്കെ വൈബാണ്. നമുക്കൊരു ചേട്ടൻ എൻ്റെ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, ആ പോയ ചേട്ടന് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ബാക്കിൽ 2-3 അവന്മാർ വേണ്ട. അവന്മാരോട് ജസ്റ്റ് ചോദിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കാം. ഓക്കെ, എടാ ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ഇന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അപ്പോൾ കൊച്ചി ടി വി ആയിട്ടുണ്ടോ? കൊച്ചി ടി വി. അതിൽ ഒരു 10 കാർട്ടൂണിൻ്റെ പേര് പറയാൻ പറ്റുമോ? 10 കാർട്ടൂണിൻ്റെ പേര്. ഓഗി, ബാലവീർ, ലിറ്റിൽ കൃഷ്ണ. മാഷാൻ്റെ വീർ, ജാക്കി ചാൻ, അനിയൻ ബാവ, ചേട്ടൻ ബാവ. 6 പറ. ടൈം കഴിഞ്ഞു. എന്നാലും പറഞ്ഞോ. ശിവ മറ്റേ സിംഗാണോ? ലിറ്റിൽ സിംഗ അങ്ങനത്തെ. ഓക്കെ. ചെറിയ ഗിഫ്റ്റ്. ഓക്കെ, പഠിച്ചോ? ഓക്കെ, പേരെങ്ങടാ? നിന്റെ ചാനലിൻ്റെ പേര് സിംഗിൾ മച്ചാൻ. ഓക്കെ, സിംഗിൾ മച്ചാൻ രണ്ടിലും ഉണ്ട്. ഓക്കെ, കാണാം. ഓക്കെ ഗേസ്, നമ്മുടെ ഗിഫ്റ്റ് ഏകദേശം കഴിയാറ്. അവിടെ ഒരു കൊച്ചും കൂടി ഉണ്ട്. അവരുടെ അടുത്തും കൂടി ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കാം. അല്ല, അവിടെ നിന്ന് 2 പേര് ഉണ്ട്. ഓക്കെ, 2 പേരോട് ചോദിച്ചേക്കാം. ഗേസ്, ഇനി നമ്മുടെ കയ്യിൽ ആൻസർ പറയാൻ പറ്റിയ ആരുമില്ല. സോ ലേറ്റ് പറയുമ്പോൾ നമുക്ക് അവിടെ പോയി വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾ പറയൂ ഗേസ്, നിങ്ങൾക്ക് അറിയാവുന്ന 10 കാർട്ടൂണിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക ഗേസ്. ഞാൻ അതിലുള്ള സർപ്രൈസ് ഞാൻ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ചെണ്ടാക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഉണ്ടാക്കുന്നത് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, പവറാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെണ്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇടിച്ചടിച്ച് പൊട്ടിച്ചു വേണം ഗേസ്. ഓൾ ദി എൻ്റർടൈൻമെൻറ്റ്, ലെറ്റ്സ് ഗോ ബൈ.